എന്നെ കുറിച്ചല്ലല്ലോ അല്ലേ? ജിമിൻ, നീ ആ ഫോൺ എടുത്ത് ആരാ നോക്ക്. ഹോബി ആന്റിയാണ്. നീ എടുത്തിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറ. ഹലോ ഹലോ, ജിമിനാണോ? അതെ ആന്റി. അവനെന്തിയടാ? യുങ്കി ഡ്രൈവ് ചെയ്യണം. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. വേറൊന്നും ഇടാ. നിങ്ങൾ രണ്ടുപേരും എത്താറായോ? ആന്റി, കർഷിച്ചു 1.5 മണിക്കൂർ കൂടി. അപ്പോഴേ നിങ്ങൾ രണ്ടുപേരും നിന്റെ വീട്ടിലേക്ക് പോന്നു. ഞാൻ എന്റെ വീട്ടിലുണ്ട്. ആണോ ആന്റി? എപ്പറ്റി? കുറച്ചു നേരങ്ങളോട് കുറെ നാളായാലും ഇടക്കൊക്കെ വന്നിട്ട്. അവനെയും കൂട്ടി ഇങ്ങോട്ട് വട്ടെ വേഗം. ആന്റി, ഓക്കെ. ഓക്കേടാ, ബൈ. എന്താടാ, എന്താ മമ്മി പറഞ്ഞത്? നമ്മൾ രണ്ടുപേരും സെറ്റായോന്ന്. തള്ളി മറി. ആര്യോടെ പട്ടി വിളിച്ച? പട്ടീനാ? വേണേ പൂച്ചേന്ന് എരുമേന്നൊക്കെ വിളിക്കും. പൂച്ചേന്ന് വിളിച്ചോ? അതെന്റെ പെറ്റ് നെയ്മ. എനിക്കിഷ്ടമുള്ളതൊക്കെ വിളിക്കും. വിളിച്ചോടാ, നീ പറ. മമ്മി എന്തിനാ വിളിച്ചത്? മമ്മി പറഞ്ഞു നമ്മൾ രണ്ടാളോടും എന്റെ വീട്ടിലേക്ക് ചെല്ലാൻ. ആന്റി അവിടെ ഉണ്ടെന്ന്. ആണോ? അതെന്തായാലും നന്നായി ജിമിൻ. ഇന്ന് തന്നെ ചോദിക്കാലോ ജീനി ആന്റിനോടും ജൂണങ്കിളിനോടും നിന്നെ എനിക്ക് തരുമെന്ന്. അയ്യടെ തന്നില്ലെങ്കിലോ? തന്നില്ലെങ്കിൽ ഞാൻ ബുക്ക് എടുത്ത് കൊണ്ടുവരും അല്ലേ? എന്താടാ, കാണണോ? കാണണം. ഓക്കെ. പിന്നെ ഞാൻ അവരോട് ചോദിക്കാൻ പോകുമ്പോ പേടിച്ചിട്ടുണ്ട്. അയ്യോ ഇന്ന് വേണ്ട യുങ്കി എന്നെങ്ങാനും പറഞ്ഞാലാണ്. പറയൂല. ജിമിനകത്തോട്ട് വെക്കോ, ഞാൻ ബാഗൊക്കെ എടുത്തു തരാം. വേണ്ട, ഞാൻ സഹായിക്കാം. മക്കളെ, നിങ്ങൾ വന്നാ? എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ ട്രിപ്പ്? കൊള്ളായിരുന്നു ആന്റി. എന്തായാലും രണ്ടാളും പോയി ഫ്രഷ് ആവും. ഒന്ന് റെസ്റ്റ് ചെയ്യട്ടാ. ഓക്കെ അങ്കിൾ. ഞാൻ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരാം. അപ്പോഴേക്കും ഫ്രഷ് ആയി വാട്ടാം. ഓക്കെ ആന്റി. ഓക്കെ മമ്മി. വാജീനി, നിന്നെ ഞാൻ സഹായിക്കാം. ഞാനും. വായോ. എന്തെറ്റിയടാ? ഒന്നുമില്ല, കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. ഇപ്പോഴാണ് നിന്റെ മമ്മിയും ഡാഡിയും വന്നാലോ? സാരില്ല. കാണാം. മിണ്ടാതെ നിൽക്കുമെങ്കിൽ. ജിമിൻ, നമുക്ക് അവരോട് പറയണ്ടേ നമ്മുടെ കാര്യം? എത്രയും വേഗം ആയാൽ അത്രയും നല്ലത്. എനിക്ക് അവരെ വഞ്ചിക്കണമെന്നില്ല. പറയാം, ഇന്നല്ലെങ്കിൽ നാളെ തന്നെ പറയാം. ഇതാണോ നിന്റെ റൂം? അപ്പ ഇവിടെ ടോട്ടൽ എത്ര റൂമുണ്ട്? 3. താഴെ 1, മേലെ 2. എന്തേ? അപ്പൊ ജൂണങ്കളും ജീനി ആന്റിയും താഴെ 1 റൂമിൽ, മേലെ 1-ൽ മമ്മി, ബാക്കി ഈ റൂം മാത്രം. അത് നമ്മൾ പൊളിക്കും. ഞാൻ നീ പോയി ഫ്രഷ് ആയിക്കോ. ഫുഡ് കൊള്ളാർന്നുട്ടാ. അതെ, നല്ല ടേസ്റ്റ്. താങ്ക് യു. രണ്ടാളും പോയി കിടന്നു. നാളെ ഓഫീസ് ഉണ്ടോ? മമ്മി, ഒരു 9:00 ആകുമ്പോ പോണം. എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അതുകൊണ്ട് ഞാനിപ്പോ വർക്ക് പ്ലേസിലോട്ട് പോകും. ഹോബിയും ജീനിയും 1 റൂമിൽ കിടക്കട്ടെ. നല്ലത് 2 റൂമിൽ ഒന്ന് ജിമിനും ഒന്ന് സുഖം കിടന്നു. വിശാലായിട്ട് കിടക്കാലോ രണ്ടാൾക്കും. ഓക്കെ അങ്കിൾ. ഓക്കെ ഡാഡി. മക്കളെ, ജീനി, ഹോബി, ഞാൻ പോവേട്ടാ. നാളെ ഏർലി മോർണിംഗ് വരാം. ബൈ. ബൈ. രണ്ടാളും പോയി കിടന്നു. വാ, ഞാൻ റൂം കാണിച്ചുതരാം. സുഖമല്ല, ദേ ഇവിടെ കിടന്നോട്ടാ. എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പുറത്തെ റൂമിൽ ജിമിനുണ്ട്, അവനെ വിളിച്ചാൽ മതി കേട്ടാ. ശരി ആന്റി. ജിമിനി. ജിമിനി. ആര്യാ? അയ്യോ യുങ്കി, എന്താ ഇവിടെ? എനിക്കവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ ഇവിടെ കിടന്നോട്ടെ? പോയെങ്കിൽ മമ്മി എങ്ങാനും വന്നാല്? പിന്നെ എന്നാ വേണ്ട, ഞാൻ പോണു. വേണ്ട. പിന്നെ പൊക്കോളാൻ പറഞ്ഞത്? വേണ്ട, പോവണ്ട. പിന്നെ ഇവിടെ കിടന്നു. അപ്പൊ എന്തി കണ്ടാലോ? സാരില്ല. ജിമിൻ. അതെ, ഒരു മതത്തെ. പോട കള്ളപ്പൂച്ചെ. ഒരെണ്ണം. മോനെ ജിമിനെ, നീ സുഖനൊക്കെ ഉണ്ടോ? നീ ഇവിടെ ഉണ്ടാവുന്ന ഞാനൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. എന്താ മമ്മി? നേരത്തെ നീ കുളിക്കുന്ന സമയത്തെ ഒരു സ്റ്റാഫ് വിളിച്ചിരുന്നു.
അത് പറയാൻ വന്നാണ്. നന്നായി. അല്ലടാ, നീ എങ്ങനെ ഇവിടെ എത്തി? അത് ഞാൻ റൂം മാറി കയറിയതാ. നന്നായി. ഇവിടെ ഈ 2 മുറി മാത്രം ഉള്ളത്. അല്ലെ മാറി മാറി നീ ടെറസിന്റെ മണ്ടയ്ക്ക് നോക്കുമ്പോ താഴെ തവള നടക്കണ പോലെ കിടന്നാണ്. ഒന്ന് പോ മമ്മി. കിടന്നു ഞാൻ പോണു. ജിമിൻ, ഞാനങ്ങോട്ട് പോകട്ടോ. വേണ്ടടാ, നീ മുറി മാറി കയറും, പ്രത്യേകിച്ച് ജിമിന്റെ റൂമാകുമ്പോ. ഒന്ന് പോ മമ്മി. ഞാൻ പോണേ. മിയ മിയ പൂച്ച, കാമുകൻ പൂച്ച, പാതിരാത്രി റൂമ് മാറി ജിമിന്റെ മുറി കയറി. മിയ മിയ. ഒന്ന് പോ മമ്മി. ചിരിക്കാതെ കിടന്നിറങ്ങടാ. പാവന്റെ പൂച്ച. That's what I love. Nestle Crunch.